എന്നെ അവർ കാണാൻ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മുഖത്ത് ഭയങ്കര എന്താ പറയുക, ഒരു സങ്കടവും അതിലുപരി ഇതൊക്കെ വർക്കാവോ എന്നുള്ളൊരു കൺഫ്യൂഷനോടെ വരുന്നത്. അതായത് സിസേറിയൻ കഴിഞ്ഞു, കുട്ടിക്ക് പാൽ കൊടുക്കുന്നുണ്ട്, കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴാണ് പറയുന്നത് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷൻ വേണം. അപ്പോൾ അന്ന് പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ. അപ്പോൾ അതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആരോഗ്യം പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് എത്തുക. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറുമെന്ന്? അവർ പറഞ്ഞു ഞാൻ ഉറപ്പുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞ ഭക്ഷണം എല്ലാം ഒഴിവാക്കുന്നു, ഒറ്റ ഭക്ഷണം കഴിക്കണ്ട, നമുക്ക് ചെറിയ ജ്യൂസുകൾ മാത്രം ആക്കാം, വേറെ ഭക്ഷണങ്ങളൊന്നും നിങ്ങൾ കഴിക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസം അവരെല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കി പഴച്ചാറുകളും ജ്യൂസുകളും ഇളനീരും തേനും വെള്ളവും മാത്രമാക്കി അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു. അങ്ങനെ അവരുടെ വേദന കുറഞ്ഞു വന്നു. ഏതാണ്ട് ഇപ്പോൾ ഒരു 4 വർഷമായി അവർ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് വരുന്ന അവർ ഓപ്പറേഷൻ ചെയ്തില്ല. അവർക്ക് മുഖേന ഒരുപാട് ആളുകൾക്ക് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനുഭവങ്ങളിലെ പലരുടെയും പേര് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർക്ക് പേര് പറഞ്ഞ ഇഷ്ടമാണെങ്കിൽ ചിലർ മറയത്തിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനും അങ്ങനെ ഒരാളെയും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് അക്യുപഞ്ചറിസ്റ്റുകൾ കാണുമെന്ന് എനിക്കറിയാം, അതുപോലെ മറ്റുള്ളവരും കാണുന്നുണ്ട്. അക്യുപഞ്ചറിൽ ഇത്രയും എഫക്റ്റീവായ ട്രീറ്റ്മെൻറ്റ്, ഇത്രയും റിസൾട്ട് ഇടുന്ന ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനൊരു അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കും ഈ ഒരു ആശ്വാസം ലഭിക്കാനാണ്. എല്ലാവരും എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞതെന്നല്ല ഞാൻ പറയണം. നിങ്ങളുടെ അടുത്തുള്ള അക്യുപഞ്ചറിൻ്റെ അടുത്തേക്ക് പോവുക, അയാളെ വിശ്വസിക്കുക, അയാൾ ട്രീറ്റ്മെൻറ്റ് വിശ്വസിക്കുക, അയാൾ പറയുന്ന പോലെ ചെയ്യുക. ഒരു 4 ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക, മാറിയില്ലേ വിട്ടേക്ക്. അതാണ് ഞാൻ എല്ലാവരോടും പറയുക. അത് മറ്റൊരു അനുഭവമായി നമുക്ക് കണ്ടുമുട്ടാം. അക്യുപിയ അൻസാർ ആലപ്പുഴ.